നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്സ്റ്റോക്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ആപ്ലിക്കേഷനിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് യുവർ KYC എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാൻ കാർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് കാണിക്കും, അത് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി എടുക്കണം, സെൽഫി കൃത്യമായിട്ട് എടുക്കുക. അതിനുശേഷം ആൾ ഡീറ്റെയിൽസ് മാനുവലി എന്നത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ മാനുവലി സെലക്ട് ചെയ്യുകയാണ്. അവിടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ടിലെ പേര്, ബാങ്ക് ടൈപ്പ് ഇത്ര സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ കൈവിരൽ ഉപയോഗിച്ച് ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഫോട്ടോ എടുത്ത്. അതിനുശേഷം ആക്റ്റീവ് ഓൾ സെഗ്മെൻറ്റ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നോമിനി ആഡ് ചെയ്യാം. നോമിനിയുടെ പേര്, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിനുശേഷം സൈൻ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അപ്പം ഇവിടെ അപ്സ്റ്റോക്സ് ഫോർ ബിഗിനർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ കണ്ടിന്യൂ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് യുവർ KYC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ആ മെസ്സേജ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.